രണ്ടാമത് ചൂടാക്കി കഴിച്ചാൽ വിഷമായി മാറുന്നത് പാൽ, ഉരുളക്കിഴങ്ങ്, മത്സ്യം, ചിക്കൻ. ഉത്തരം ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വച്ച ശേഷം ചൂടാക്കി എടുക്കുന്നത് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യും. ഉരുളക്കിഴങ്ങിൽ ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട്. വീണ്ടും ചൂടാക്കുമ്പോൾ അതിൽ ബോട്ടുലിസം എന്ന അപൂർവ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകും. എപ്പോഴും ഉറക്കം തൂങ്ങുന്നതിന്റെ പ്രധാന കാരണം അലർജി, ദഹനക്കേട്, പോഷകാഹാരക്കുറവ്, ആസ്മ. ഉത്തരം പോഷകാഹാരക്കുറവ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളം അടങ്ങിയ സമീകൃതമായ ഭക്ഷണം കഴിക്കാത്തതും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാത്തതും ക്ഷീണമുണ്ടാക്കും. വെറും വയറ്റിൽ കട്ടൻ ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ആസ്മ, ഹൃദ്രോഗം, അസിഡിറ്റി, അലർജി. ഉത്തരം അസിഡിറ്റി. വെറും വയറ്റിൽ കട്ടൻ ചായ കുടിക്കുന്നത് ശരീരത്തിലെ ആസിഡ് സന്തുലനാവസ്ഥയെ ബാധിക്കുകയും അസിഡിറ്റിക്ക് കാരണമാവുകയും ചെയ്യും. തേനീച്ചയുടെ വിഷം ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത്? സന്ധിവാതം, അലർജി, മുട്ടുവേദന, അൾസർ. ഉത്തരം സന്ധിവാതം. സന്ധികളിലെ വീക്കം കുറയ്ക്കാൻ തേനീച്ച വിഷം ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും മോശമാകാത്ത ഒരേ ഒരു ഭക്ഷണം ഏതാണ്? മഞ്ഞൾ, പുളി, തേൻ, തൈര്. ഉത്തരം തേൻ. ഒരിക്കലും കേടാകാത്ത ഒരേ ഒരു ഭക്ഷണം തേനാണ്. ഇതിന് കാരണം തേനിന്റെ ഉയർന്ന പഞ്ചസാരയുടെ അളവ്, അസിഡിറ്റി, കുറഞ്ഞ ജലാംശം എന്നിവയാണ്. ഇത് ബാക്ടീരിയകൾ വളരുന്നത് തടയുന്നു. ശരീരത്തിന്റെ വളർച്ചയ്ക്കും കേടായ കോശങ്ങളെ നന്നാക്കാനും സഹായിക്കുന്ന പദാർത്ഥം ഏതാണ്? വിറ്റാമിൻ എ, പ്രോട്ടീൻ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഉത്തരം പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിലും പ്രവർത്തനത്തിലും നിർണായക പങ്ക് വഹിക്കുന്ന ഒരു അവശ്യ മാക്രോ ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. ഇത് അമിനോ ആസിഡുകളാൽ നിർമ്മിതമാണ്. ഇവ ടിഷ്യൂകളുടെ അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണത്തിന് ആവശ്യമായ നിർമ്മാണ ബ്ലോക്കുകളാണ്. ഓക്സിജൻ ഏറ്റവും ആവശ്യമുള്ള അവയവം വൃക്ക, തലച്ചോറ്, കരൾ, ഹൃദയം. ഉത്തരം തലച്ചോറ്. ഓക്സിജൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അവയവം തലച്ചോറാണ്. ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ ആവശ്യമാണെങ്കിലും തലച്ചോറിന്റെ ഊർജ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരുന്നു. ഓക്സിജൻ ലഭ്യത കുറഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ ബാധിക്കപ്പെടും. ഇത് കാര്യമായ കേടുപാടുകൾക്ക് വരെ കാരണമാകാം. തൈരിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത്തപ്പഴം, പാൽ, മത്സ്യം, നെല്ലിക്ക. ഉത്തരം മത്സ്യം. മത്സ്യം ദഹിക്കാൻ സമയമെടുക്കുന്നതിനാൽ തൈരുമായി ചേർത്ത് കഴിക്കുന്നത് ദഹനക്കേട്, പിത്തം, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ചക്കയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പാൽ, തേൻ, വാഴപ്പഴം, പൈനാപ്പിൾ. ഉത്തരം പാൽ. പാലിലും പാലുൽപ്പന്നങ്ങളിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ചക്കയിലെ ഓക്സലേറ്റുകളും കാൽഷ്യവും ചേരുമ്പോൾ വൃക്കയിലെ കല്ലുകൾക്ക് കാരണമാവുന്നു. രാത്രിയിൽ കഴിച്ചാൽ നെഞ്ചിരിച്ചിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള പഴം വാഴപ്പഴം, ആപ്പിൾ, സിട്രസ് പഴങ്ങൾ, പൈനാപ്പിൾ. ഉത്തരം സിട്രസ് പഴങ്ങൾ. രാത്രിയിൽ കഴിച്ചാൽ നെഞ്ചിരിച്ചിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള പഴങ്ങളിൽ പ്രധാനപ്പെട്ട സിട്രസ് പഴങ്ങളായ ഓറഞ്ച്, മുന്തിരിപ്പഴം, നാരങ്ങ എന്നിവയാണ്. ഇവയിലെ ഉയർന്ന അസിഡിറ്റി കാരണം നെഞ്ചിരിച്ചിലിന് കാരണമാകും.